ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. മൊത്തം 8 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ വയസ്സെത്രയായി 36 മലയാള സിനിമയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു മലയാള സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഈ സിനിമ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് ഒരു സീരീസ് ആണ്. നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന സീരീസ് ആണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് പ്രധാന വിഷയം കൈകാര്യം സീരീസ് ആയിരുന്നു. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് വന്നിട്ടുള്ളത്. 6 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. ഈ സീരീസ് കണ്ട് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് പിന്നെ ഒരു റേഡിയോ സിനിമയാണ്. ക്ലബ് FM വഴി റിലീസ് ചെയ്തൊരു റേഡിയോ സിനിമയാണ്. നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. എയ്ഡൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ക്ലബ് FM-ന്റെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. 39 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. ഒരു പരീക്ഷണം ലെവലിൽ ചെയ്ത സംഭവമാണ്. എന്തായാലും ഒന്ന് കേട്ടു നോക്കണം. കാണുകയല്ല, കേട്ടു നോക്കണം. FM ആണല്ലോ, റേഡിയോ സിനിമയാണ്, അതൊന്ന് കേട്ടു നോക്കണം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. മൂറാനെ കൃഷ്ണപ്പ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ഫാന്റസി ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ദ വാച്ചേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ബുക്ക് മൈ ഷോസ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. രാജു യാദവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സിനിമ 24-ാം തീയതി, ജൂലൈ മാസം 24-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഭയ്യ ജി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴി ഈ ഒരു സിനിമ ജൂലൈ മാസം 26-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ കമലഹാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത ഇന്ത്യൻ 2 എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ OTT റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൽ നല്ലൊരു പ്രേക്ഷക പ്രതികരണമല്ല ഈ ഒരു സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. കളക്ഷൻ വൈസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പരാജയത്തിലേക്കാണ് ഈ ഒരു സിനിമ പോകുന്നത്. അപ്പോൾ ആഗസ്റ്റ് മാസം 15-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ ഒരു സിനിമ നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ആസ്വദിക്കാവുന്നതാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. പിന്നെ എത്രയോ സിനിമകൾ ഇന്ന് ശരിക്കും പറയാൻ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു 17ഓളം റിലീസുകൾ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ യാത്ര ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ അറിയാം ഇന്ന് ഏതൊക്കെ സിനിമകൾ ഏതൊക്കെ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.